അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ തുല്ലാബി അൽഹിബ മർഹബൻ ബിക്കും ഇലാ സഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാതാ ദറസ്തും ഫിസ്സുഫിൽ മാലി ഹൽ തദ്കുറൂൻ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രാമത്തിൽ വെള്ളത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ അവിടുത്തെ ആളുകൾ കൂടിയിട്ട് എന്ത് ചെയ്തു? ഒരു കൂട്ടായ്മ അല്ല ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. എന്തായിരുന്നു ആ ക്ലബിൻ്റെ പേര്? എന്തായിരുന്നു? നുജൂമുൻ സറഖ എന്നാണ് അല്ലേ. നുജൂമുൻ സറഖ എന്നായിരുന്നു. അങ്ങനെ ആ ക്ലബിൻ്റെ കീഴിൽ അവർ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. ലിമാദ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹിഫാലിൽ മാ, വെള്ളം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ ആ ഒരു ക്ലബിൻ്റെ കീഴിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? വിവിധ പദ്ധതികളൊക്കെ തയ്യാറാക്കി നടപ്പാക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുദ്ദൂനൽ മുൽസഖാത്ത്, ഒരു പോസ്റ്ററുകൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ വയൻഅഖിദൂനൽ മസ്റഹിയാത്ത്, നാടകങ്ങളൊക്കെ സംഘടിപ്പിച്ചു അല്ലേ. അതുപോലെ തന്നെ റസായിലു വാട്സപ്പ്, അർസലു റസായിലു വാട്സപ്പ് മെസ്സേജുകളൊക്കെ അയച്ചു. അങ്ങനെ വിവിധ പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ വെള്ളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് ലോകം അവരെ അംഗീകരിച്ചു. ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമുക്ക് ഈ പാഠത്തിലെ തുടർ പ്രവർത്തനങ്ങൾ, കുറച്ച് ആക്ടിവിറ്റീസുകൾ വരുന്നുണ്ട്, നമുക്കത് നോക്കാം കേട്ടോ. എന്താണ് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് നോക്കൂ. നുലാഹിദ് സൂറ, അവിടെ കൊടുത്തിട്ടുള്ള ചിത്രം വീക്ഷിക്കാം എന്നാണ് അല്ലേ. വനുഇദു, എന്നിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അൽ മുൽസഖാത്തിൽ മുമാസില, അൽ മുൽസഖാത്ത്, പോസ്റ്ററുകൾ തയ്യാറാക്കാമെന്നാണ്. അൽ മുമാസില, ഇതുപോലെയുള്ള ഇതിനോട് സമാനമായിട്ടുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കാം. ഏതുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്? ബി മുനാസബത്തി ഹംലത്തിൽ ഹിഫാദി അലൽ മിയാ, വെള്ളം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന് യോജിക്കുന്ന. മനസ്സിലായോ? ബി മുനാസബത്തി, അനുബന്ധമായിക്കൊണ്ട്, ഹംലത്ത് ക്യാമ്പയിനാണ് കേട്ടോ. അൽ ഹിഫാദി അലൽ മിയാഹ്, വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ അല്ലേ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള പോസ്റ്റർ നോക്കൂ. എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? അൽ മാഉ സെമീനുൻ ലാ നുളിഉ വലൗ ഖത്റതൻ എന്നാണ് അല്ലേ. അൽ മാഉ സെമീനുൻ, വെള്ളം എന്താണ്? സെമീനുൻ, സെമീന് വിലയുള്ളത്, മൂല്യമുള്ളത് എന്നാണ് കേട്ടോ. അപ്പോൾ വെള്ളം അമൂല്യമാണ് അല്ലേ. ലാ നുളിഉ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് പാഴാക്കി കളയാൻ പാടില്ല. വലൗ ഖത്റതൻ, ഒരു തുള്ളിയാണെങ്കിൽ പോലും, ഒരു തുള്ളി വെള്ളമാണെങ്കിൽ പോലും നമ്മൾ പാഴാക്കി കളയരുത് എന്നാണ്. ഇതുപോലെയുള്ള പോസ്റ്ററുകളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ടീച്ചർ ഇവിടെ കുറച്ച് പോസ്റ്ററുകളുടെ ഒരു മോഡൽ കാണിക്കുക. ഇതുപോലത്തെ പോസ്റ്ററുകൾ നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ടീച്ചറോട് കാണിക്കുന്ന പോസ്റ്റർ നോക്കൂ. എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ഖത്റത്തുൽ മാ, വെള്ളത്തുള്ളി എന്ന് പറയുന്നത് എന്താണ്? അഅ്ലാ മിനൽ ലഹബ്, സ്വർണ്ണത്തേക്കാൾ വിലയുള്ളതാണ്. അഅ്ലാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയുള്ളതാണ് എന്നാണ് കേട്ടോ. മിനൽ ലഹബി, സ്വർണ്ണത്തേക്കാൾ. അടുത്ത പോസ്റ്ററിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കൂ. അൽ മിയാഉ സിറുൽ ഹയാത്ത്, വെള്ളം എന്ന് പറയുന്നത് ജീവൻ്റെ ജീവിതത്തിൻ്റെ ജീവൻ്റെ രഹസ്യമാകുന്നു. യഹ്ഫളുഹ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ സംരക്ഷിക്കണം. ലിതസ്തദീമ, അതിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് എന്നാണ് കേട്ടോ. നമുക്കറിയാമല്ലേ, ഈ ഭൂമിയിൽ ഓരോ ജീവൻ നിലനിൽക്കണമെങ്കിലും വെള്ളം എന്താണ്? അത്യാവശ്യമാണല്ലേ. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അടുത്ത പോസ്റ്റർ നോക്കൂ. എന്താണ് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്? ഹാഫിൽ അലൽ മാ അല്ലേ, വെള്ളത്തെ സംരക്ഷിക്കൂ. ഹാഫിൽ അലൽ ഹയാത്ത്, എന്താണ്? അതിലൂടെ ജീവിതത്തെ സംരക്ഷിക്കൂ എന്നാണ് അല്ലേ. അടുത്ത പോസ്റ്ററിൽ എന്താണ്? ഉഹാഫിലു അലാ മിയാഹ് ബിലാദി, ഞാൻ എൻ്റെ നാട്ടിലെ വെള്ളത്തെ സംരക്ഷിക്കുന്നു. മിൻ അജ്ലി മുസ്തഖ്ബിൽ ഔലാദി, എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ നാട്ടിലെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലേ, വരും തലമുറകളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ്? എൻ്റെ നാടിൻ്റെ വെള്ളത്തെ സംരക്ഷിക്കുന്നു എന്നാണ് അല്ലേ. ഇതാ ടീച്ചർ ഒരു പോസ്റ്ററും കൂടെ കാണിക്കുന്നുണ്ട്. ലാത്തുസ്രി ഫിൽ മാ അല്ലേ, വെള്ളത്തിൻ്റെ വിഷയത്തിൽ നീ ദൂർത്ത് കാണിക്കരുത്. വലക്കുൻ തഅലാ നഹ്രിൻ ജാരിൻ, നീ ഒരു ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്നാണ്.
അപ്പോൾ ഒരു നദിയിൽ നിന്ന് കുളിക്കുകയാണെങ്കിൽ, നദിയിൽ നിന്ന് ഒന്നു എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളത്തിൻ്റെ കാര്യത്തിൽ ദൂർത്ത് കാണിക്കാൻ പാടില്ല എന്നാണ് അല്ലേ. ഒരു ഹദീസാണ് ഇത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയോട് പറയുന്ന വാക്കുകളായിട്ട് വന്നിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇതുപോലെയുള്ള പോസ്റ്ററുകളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. എന്താണതിൽ പറയുന്നത് എന്ന് നോക്കൂ. യഖൂമു നാദി അൽബിഅ ഫി മദ്റസത്തിന ബിഇഹ്സാഇയ്യത്തിൻ അനിൽ ഹിഫാദി അലാ മവാരിദിൽ മിയാ ഫനുഇദ്ദു ജദ്വലൻ ലിമവാരിദിൽ മിയാഇൽ മുഖ്തലിഫ ഫി ഖറിയത്തിന. യഖൂമു നാദി അൽബിഅ. നാദി അൽബിഅ പരിസ്ഥിതി ക്ലബ്ബ് അല്ലേ. പരിസ്ഥിതി ക്ലബ്ബ് നടത്തുന്നു. ഫി മദ്റസത്തിന നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് ബിഇഹ്സാഇയ്യത്തിൻ എന്താണ്, ഒരു കണക്കെടുപ്പ് നടത്തുന്നുണ്ട് എന്നാണ്. എന്തിനെക്കുറിച്ചാണ്? അനിൽ ഹിഫാദ് സംരക്ഷിക്കുന്നതിനെക്കുറിച്ച്, അലാ മവാരിദിൽ മിയാ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച്. ഫനുഇദ്ദു അപ്പോൾ നമുക്ക് തയ്യാറാക്കാം, ജദ്വലൻ ഒരു പട്ടിക തയ്യാറാക്കാം എന്നാണ്. ലിമവാരിദിൽ മിയാ എന്തിനെക്കുറിച്ച്? ജലസ്രോതസ്സുകളെക്കുറിച്ച് അല്ലേ. അൽ മുഖ്തലിഫ വ്യത്യസ്ത ജലസ്രോതസ്സുകളെക്കുറിച്ച്. ഫി ഖറിയത്തിന നമ്മുടെ ഗ്രാമത്തിലെ എന്നാണ്. താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് നമ്മളതിൽ പൂരിപ്പിക്കേണ്ടത്? ഇസ്മുൽ മദ്രസ, ഒന്നെന്താണ് സ്കൂളിൻ്റെ പേരാണ് അല്ലേ, നെയിം ഓഫ് സ്കൂൾ. ഇസ്മുൽ ഖറിയ എന്താണ്, നെയിം ഓഫ് വില്ലേജ് അല്ലെ, ഗ്രാമത്തിൻ്റെ പേര്. പിന്നെ എന്താണ് താഴെ കൊടുത്തിട്ടുള്ളത്? റഖമുൽ മുസൽസൽ. എന്താണ് റഖമുൽ മുസൽസൽ? സീരിയൽ നമ്പറാണ് അല്ലേ. വാഹിദ്, ഇസ്നാനി, സലാസ അങ്ങനെ നമ്പർ കൊടുക്കാം. മവാരിദുൽ മിയാ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അൽ ബിർ അല്ലെ, കിണർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അതതാണ്, എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. എത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? അൽഫൈൻ അല്ലേ, 2000 അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഗ്രാമത്തിലെ മറ്റു ജലസ്രോതസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പട്ടികപ്പെടുത്തേണ്ടത്. അതിന് മുമ്പായിട്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ എന്ന് നോക്കൂ. ടീച്ചർ ഇവിടെ കാണിച്ചു തരാം. അന്നെന്താണ്? ബിറാണ് അല്ലേ, ബിർ കിണർ. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണെന്ന് നോക്കൂ. എന്താണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്? നെഹ്റാണ് അല്ലേ, പുഴ, നദി. ഇതാണ് മറ്റൊരു ജലസ്രോതസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ബിർക്കയാണ് അല്ലേ, ബിർക്ക, പോണ്ട്, കുളം. അതാണ് അടുത്ത ജലസ്രോതസ് എന്ന് പറയുന്നത്. എന്താണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? തടാകം അല്ലേ. തടാകത്തിന് എന്താണ് പറയുക? ജദ്വൽ എന്നാണ് പറയുക കേട്ടോ, ജദ്വൽ. അടുത്ത ചിത്രം നോക്കൂ. എന്താണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? അരുവിയാണ് അല്ലേ. അരുവിക്ക് എന്താണ് അറബിയിൽ പറയുക? ഐൻ എന്നാണ് അരുവിക്ക് പറയുക. എന്താണ് പറയുക? ഐൻ. അടുത്തത് എന്താണ്? ബഹറാണ്. ബഹർ കടലാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പട്ടിക പൂർത്തിയാക്കി നോക്കാം. ഒന്നാമത്തത് എന്താണ്? ബിറാണ് അല്ലേ. ഇനി രണ്ടാമത്തത് എന്താണ്? നമുക്കവിടെ നെഹ്ർ എന്ന് കൊടുക്കാം. എന്നിട്ടോ അതത്, അവിടെ നമുക്കൊരു എണ്ണവും കൊടുക്കാം. ഇനി സലാസ, മൂന്നാമത്തതായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ജദ്വൽ കൊടുക്കാം അല്ലേ. ജദ്വൽ തടാകം കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു എണ്ണവും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ടീച്ചർ ഇവിടെ പറയുന്നില്ല, ഇതേ രൂപത്തിൽ നിങ്ങൾ എഴുതാണ് വേണ്ടത്. ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവയുടെ പേരുകൾ നോക്കിയിട്ട് ബാക്കി ഭാഗം നിങ്ങൾ ഇതേപോലെ പൂരിപ്പിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. നഉഇദ്ദു മുദക്കിറതൻ അൻ അഹ്മിയത്തിൽ മാഇ വഇസ്തിഹ്ലാകിഹി ബിസ്തിആനത്തി നിഖാത്തിൽ ആതിയ. അതാണ് ക്വസ്റ്റ്യൻ അല്ലേ. നഉഇദ്ദു മുദക്കിറ, നമുക്കൊരു മുദക്കിറ തയ്യാറാക്കാം. മമാന മുദക്കിറ, ഒരു കുറിപ്പ് അല്ലെ, ഒരു കുറിപ്പ് തയ്യാറാക്കാം എന്നാണ്. എന്തിനെക്കുറിച്ചാണ്? അന്നഹ്മിയത്തിൽ മാ, വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ അല്ലെ, വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. വസ്തിഹ്ലാക്കിഹി, ഇസ്തിഹ്ലാക്ക് ഉപഭോഗമാണ് കേട്ടോ, അതിൻ്റെ ഉപഭോഗത്തെക്കുറിച്ചും. ബിസ്തിആനത്തി അന്യകാത്തിൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ള പോയിന്റുകളുടെ സഹായത്തോട് കൂടിയിട്ട് എന്നാണ്. അവിടെ കുറച്ച് പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത് അല്ലേ. അവിടെ കൊടുത്തിട്ടുള്ള പോയിന്റുകൾ നോക്കൂ. അസാസുൽ ഹയാത്ത്, അസാസുൽ ഹയാത്ത് ജീവൻ്റെ അടിത്തറ. ലൊറൂരിയൻ അനിവാര്യമായത് എന്നാണ് കേട്ടോ. നബാത്താത്ത് സസ്യങ്ങൾ, ഹയവാനാത്ത് മൃഗങ്ങൾ, ഹിമായത്തുൽ ബിഅ പരിസ്ഥിതി സംരക്ഷണം, അൽ ഹിഫാൽ, ഹിഫാൽ എന്ന് പറഞ്ഞാലും സംരക്ഷണം എന്ന് തന്നെയാണ് അർത്ഥം. നഖിയ് ശുദ്ധമായത് അല്ലേ. അൽ മവാരിദ് സോഴ്സുകളാണ്, സ്രോതസ്സുകൾ. തൊബഹുൽ അത്ഇമ ഭക്ഷണം പാകം ചെയ്യുക. സിഹത്തുൽ ജിസ്മ് ശരീരത്തിൻ്റെ സിഹത്ത്
ആരോഗ്യം അല്ലേ, ഖില്ലത്തുൽ മാ വെള്ളത്തിൻ്റെ കുറവ് എന്നാണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ വെച്ച് വേണം നമ്മൾ കുറിപ്പ് തയ്യാറാക്കുവാൻ. എങ്ങനെ പറയാം? അൽമാ ഉ അസാസുൽ ഹയാത്ത് അല്ലേ. ഒന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ എഴുതാം? അൽമാ ഉ അസാസുൽ ഹയാത്ത്. വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ജീവൻ്റെ അടിത്തറയാണ്. അടുത്ത പോയിന്റ് എന്താണ്? ലൊറൂരിയുൻ എന്നാണ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? വൽമാ ഉ ലൊറൂരിയുൻ ലിന്നബാതാത്തി വൽ ഹയവാനാത്ത്. വെള്ളം എന്ന് പറയുന്നത് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അനിവാര്യമാണ് അല്ലേ. ലൊറൂരിയുൻ അനിവാര്യമാണ് എന്നാണ്. അടുത്ത സെൻറ്റൻസ് എന്ന് പറയാം? വലിത, അതുകൊണ്ട് തന്നെ വാജിബുൻ അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ് ഹിമായത്തുൽ ബിഅ, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലേ. പരിസ്ഥിതിയെ സംരക്ഷിക്കൽ എന്താണ്? നമ്മുടെ മേൽ ബാധ്യതയാണ്. ബാക്കി നോക്കൂ. വൽ ഹിഫാദ് എന്താണ്? സംരക്ഷിക്കലും അൽ മിയ ഇന്നഖിയെ, ശുദ്ധമായ വെള്ളത്തെ സംരക്ഷിക്കുക അല്ലെ, ശുദ്ധജലത്തെ സംരക്ഷിക്കലും വൽ മവാരിദുൽ മിയ, അതുപോലെ തന്നെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കലും എല്ലാം തന്നെ എന്താണ്? നമ്മുടെ മേൽ ബാധ്യതയാണ് എന്നാണ്. അടുത്ത സെൻറ്റൻസ് എന്താണ്? വഹകദൽ മാഉ ളറൂരിയുൻ ലിതബ്ഖിൽ അത്ഇമതി വസിഹത്തിൽ ജിസ്മി വതൻലീഫുസ് സിയാബ്. അതുപോലെ തന്നെ വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ളറൂരിയുൻ, അത് അത്യാവശ്യമാണ്. ലിതബ്ഖിൽ അത്ഇമ, ഭക്ഷണം പാകം ചെയ്യുവാൻ. വസിഹത്തിൽ ജിസ്മ്, അതുപോലെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി തീർക്കുവാൻ അല്ലെ, ശരീരം വൃത്തിയാക്കുവാൻ. വതൻലീഫുസ് സിയാബ്, എന്തിനു കൂടെ? നമ്മുടെ വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കുവാനെല്ലാം തന്നെ എന്താണ്? വെള്ളം അനിവാര്യമാണ് എന്നാണ്. അടുത്തൊരു സെൻറ്റൻസ് കൂടെ നോക്കൂ. ഖില്ലത്തുൽ മിയാഇ ഹിയ വാഹിദത്തുൻ മിൻ അക്ബർ തഹദിയാത്ത് അല്ലത്തി തുവാജിഹുൽ ആലം അൽ യൗം. ഖില്ലത്തുൽ മിയാ, വെള്ളത്തിൻ്റെ കുറവ് അല്ല, ജലക്ഷാമം എന്ന് പറയുന്നത് എന്താണ്? ഹിയ വാഹിദത്തുൻ മിൻ അക്ബർ തഹദിയാത്ത്, ഏറ്റവും വലിയ വെല്ലുവിളികളിൽപ്പെട്ട ഒന്നാകുന്നു. അല്ലത്തി തുവാജിഹുൽ ആലം അൽ യൗം, ഇന്ന് ലോകം നേരിടുന്ന വെല്ലുവിളികളുടെ കൂട്ടത്തിൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കുറിപ്പ് തയ്യാറാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. എന്താണ് അടുത്ത ആക്ടിവിറ്റിയിൽ പറയുന്നത്? എന്താണ് ചോദ്യം? നാഖിദു മുസാബഖത്തുൽ ഇഖ്തിയാർ ഫി മദ്രസത്തിന ബിമുനാസബത്തി യൗമിൽ മിയാ നുഇദു ലഹാ അസ്ഇല. നാഖിദു സംഘടിപ്പിക്കുന്നു. മുസാബഖത്തുൽ ഇഖ്തിയാർ, ക്വിസ് കോമ്പറ്റീഷൻ അല്ലെ. ഫി മദ്രസത്തിന, നമ്മുടെ സ്കൂളിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ബിമുനാസബത്തി യൗമിൽ മിയാ, ഏതുമായി ബന്ധപ്പെട്ട്? ജലദിനവുമായി കൊണ്ട് ബന്ധപ്പെട്ട് എന്നാണ്. നുഇദു ലഹാ അസ്ഇല, നമുക്കതിന് ചോദ്യങ്ങൾ തയ്യാറാക്കാം എന്നാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ രണ്ട് ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഒന്നാമത്തത് എന്താണ്? കം നെഹ്റൻ ഫി വിലായത്ത് കൈരള, കേരളത്തിൽ എത്ര നദികളുണ്ട് എന്നാണ്. എത്ര നദികളാണ് കേരളത്തിലുള്ളത്? അടുത്ത ചോദ്യം മത്താ നെഹ്തഫിലു ബിയോമിൽ ആലമീലിൽ ബിഅ, എന്നാണ് ലോക പരിസ്ഥിതി ദിനമായിക്കൊണ്ട്, വേൾഡ് എൻവിറോൺമെൻറ്റൽ ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. എന്തൊക്കെ ചോദിക്കാൻ പറ്റും നമുക്ക്? എപ്പോഴാണ് ലോക ജലദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് അല്ലേ? മത്താ നഹ്തഫിലു ബിയൗമിൽ മിയാ ഉൽ ആലമി എന്ന് ചോദിക്കുക അല്ലേ. മത്താ നഹ്തഫിലു ബിയൗമിൽ മിയാ ഉൽ ആലമി എന്നാണ്, ലോക ജലദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യം നോക്കൂ. മാഹുവൻ നെഹ്റിലദി എഹ്മിലു അക്ബർ കെമിയ മിനൽ മിയാഹ് ഫി വിലായത്ത് കൈരള എന്നാണ് അല്ലേ. മാഹുവൻ നെഹർ, ഏതാണ് നദി എന്നാണ്. അല്ലദി എഹ്മിലു അക്ബർ കെമിയ മിനൽ മിയാഹ്, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന, ഏറ്റവും കൂടുതൽ വെള്ളം വഹിക്കുന്ന നദി ഏതാണ് എന്നാണ്. അഥവാ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന നദി ഏതാണ്? ഫി വിലായത്ത് കൈരള, കേരളത്തിൽ എന്നാണ് കേട്ടോ. ഉത്തരം പെരിയാറാണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. മാഹുവ അക്ബർ നെഹ്റിൻ ഫിൽ ആലം, ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് എന്നാണ്. മാഹുവ ഏതാണ്? അക്ബർ നെഹർ, ഏറ്റവും നീളമേറിയ നദി. ഫിൽ ആലം, ലോകത്തിലെ എന്നാണ് കേട്ടോ. ഉത്തരം ആമസോൺ ആണ് കേട്ടോ. അടുത്തൊരു ചോദ്യം കൂടെ ടീച്ചർ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ കണ്ടെത്തി എഴുതണേ. എന്താണെന്ന് നോക്കൂ. മാഹുവൽ മസ്തറുർ റഈസിൽ മിയാ അയലൽ അർൾ, എന്താണ്? മാഹുവൽ മസ്തറുർ റഈസിൽ മിയാ, പ്രധാനപ്പെട്ട ജലസ്രോതസ് ഏതാണ് എന്നാണ്. അലൽ അർൾ, ഭൂമിയിൽ. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് ഏതാണ് എന്നാണ്. ഏതാണ് ഉത്തരം? മത്തറാണ് കേട്ടോ, മഴയാണ്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. അടുത്ത ആക്ടിവിറ്റി നോക്കൂ.
എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? നുലാഹിദ് സൂറ വത്തഅലീഖ് നുഇദ്ദു തഅലീഖാത്തിൻ ഉഖ്റ അല്ലേ? നുലാഹിദ് സൂറ നമുക്ക് ആ ചിത്രം നോക്കാം അല്ലെ വീക്ഷിക്കാം. വത്തഅലീഖ് തഅലീഖ് ക്യാപ്ഷനാണ് കേട്ടോ. താഴെ കൊടുത്ത ക്യാപ്ഷൻ കണ്ടല്ലോ, അതും വീക്ഷിക്കാമെന്നാണ്. എന്നിട്ട് നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം തഅലീഖാത്തിൻ ഉഖ്റ ഇതുപോലെയുള്ള മറ്റ് ക്യാപ്ഷനുകൾ തയ്യാറാക്കാം എന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ നോക്കൂ. മത്താ തർഹമുസ്സമാ എപ്പോഴാണ് ആകാശം ഒന്ന് കരുണ കാണിക്കുക എന്ന. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് മഴ വർഷിക്കുക, മഴ പെയ്യുക എന്നാണ് അല്ലേ? ആ രൂപത്തിലുള്ള ക്യാപ്ഷനുകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ നോക്കൂ. അൽ ഇൻതിലാർ മിൻ അജ്ലി ഖത്റാത്തിൽ ഹയാത്ത് അല്ലേ? ജീവിതത്തുള്ളികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അടുത്തൊരു ക്യാപ്ഷൻ എങ്ങനെ പറയാം? അമലുൻ ഫിൽ ഹുസൂലി അലാ ശുർബതി മാഇൻ അല്ലേ? കുടിവെള്ളം ലഭിക്കുവാനുള്ള ഒരു പ്രതീക്ഷ, ആ ഒരു ആഗ്രഹം എന്നാണ്. ടീച്ചർ ഇവിടെ ഒരു ക്യാപ്ഷനും കൂടെ കൊടുക്കുന്നുണ്ട്, നോക്കൂ. എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? നദിറത്തുൽ മിയാഇ തഷ്കിലു തഹ്ദീദൻ ലിൽ ഹയാതി വൽ ബീഅ അല്ലേ? എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ജലക്ഷാമം ജീവനും പരിസ്ഥിതിക്കും വെല്ലുവിളിയാണ് എന്നാണ് കേട്ടോ. നദിറത്തുൽ മിയാ ജലക്ഷാമമാണ്, അതെന്താണ്? ജീവനും പരിസ്ഥിതിക്കും വെല്ലുവിളിയാണ്. മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ ഇതേപോലെയുള്ള ക്യാപ്ഷനുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ഇദ്ഖിസ്സൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കഥ തയ്യാറാക്കാം എന്നാണ് അല്ലേ? അന്നഹിരി ഭാരതപ്പുഴയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ബിമുസാഅദത്തിൻ നിഖാത്തിൽ ആതിയ താഴെ കൊടുത്തിട്ടുള്ള പോയിന്റുകളുടെ സഹായത്തോട് കൂടിയിട്ട് എന്നാണ്. താഴെ കൊടുത്തിട്ടുള്ള ആ പോയിന്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭാരതപ്പുഴയെക്കുറിച്ച് ഒരു കഥ തയ്യാറാക്കാം. ഭാരതപ്പുഴ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ടീച്ചർ മുകളിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, നോക്കൂ. ഭാരതപ്പുഴയുടെ അവസ്ഥകൾ നോക്കൂ. ഒരു കാലത്ത് ധാരാളം വെള്ളമുണ്ടായിരുന്ന പുഴയായിരുന്നു ഏത്? ഭാരതപ്പുഴ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോഴെന്താണ് അവസ്ഥ? അതിൽ മനുഷ്യരെന്ത് ചെയ്തിട്ടുണ്ട്? വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ട് അല്ലേ, മാലിന്യങ്ങളൊക്കെ കൊണ്ടിട്ട് ആ പുഴയെ നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ അമിതമായ രീതിയിലുള്ള മണൽവാരലും എല്ലാം കാരണത്താൽ ആ പുഴ ഇന്ന് എന്ത് ചെയ്യാണ്? നശിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്കതിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് കാണാൻ പറ്റും, ധാരാളം മണൽക്കൂനങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിൽ വറ്റി വരണ്ട് നിൽക്കുന്നത് മിക്ക സമയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭാരതപ്പുഴയുടെ കഥയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് നോക്കൂ. ഇജിരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകുന്നു. മാഉൻ കസീർ ധാരാളം വെള്ളം ഒഴുകുന്നു. അത്തുയൂർ പക്ഷികളെ, അൽ ഹയവാനാത്ത് മൃഗങ്ങളെ, അൽ അഷ്ജാർ മരങ്ങളെ, യുറുവി എന്ന് പറഞ്ഞാൽ എന്താണ്? യുറുവി എന്ന് പറഞ്ഞാൽ നനയ്ക്കുക എന്നാണ് കേട്ടോ. നുഫായാത്ത് വേസ്റ്റുകൾ, മാലിന്യങ്ങൾ. ഫസ്ലു സൈഫ് വേനൽക്കാലം, മൗസിമുൽ മത്തർ മഴയുള്ള സമയം, മഴയുള്ള സീസണാണ് മൗസിമുൽ മത്തർ എന്ന് പറയുന്നത്. മുലവ്വസത്തുൻ മലിനമാക്കപ്പെട്ടത് എന്നാണ്. അപ്പോൾ ഈ പോയിന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ കഥ തയ്യാറാക്കേണ്ടത് അല്ലേ? അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു തുടക്കം കൊടുത്തിട്ടുണ്ട്. കാന ഹുനാക നെഹ്റുൻ എജിരി ബിമിയാഇൻ നഖിയ. കാന ഹുനാക അവിടെ ഉണ്ടായിരുന്നു, നെഹ്റുൻ ഒരു പുഴയുണ്ടായിരുന്നു, എജിരി ഇങ്ങനെയുള്ള പുഴയാണ്, എജിരി ബിമിയാഇൻ നഖിയ ശുദ്ധമായ വെള്ളം അല്ലേ, ശുദ്ധമായ വെള്ളത്താൽ ഒഴുകുന്നൊരു പുഴയുണ്ടായിരുന്നു എന്നാണ്. ഇസ്മുഹു നെഹ്റു ഭാരത അതിൻ്റെ പേരെന്താണ്? ഭാരതപ്പുഴ എന്നാകുന്നു. കാനയർവി അത് കുടിപ്പിക്കാറുണ്ടായിരുന്നു, അതിലെ വെള്ളത്തെ കുടിപ്പിക്കാറുണ്ടായിരുന്നു. അത്തുഴൂറ പക്ഷികളെയും, വൽ ഹയവാനാത്ത് മൃഗങ്ങളെയും, വൽ അഷ്ജാർ മരങ്ങളെയും. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതിൽ നിന്നും പക്ഷികളും മൃഗങ്ങളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? നനയ്ക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ് അല്ലേ? മറത്തിൽ അയ്യാം അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി അല്ലേ? ഖദ് തഗയ്യറത് അഹ്വാലുൻ നഹർ ഖദ് തഗയ്യറത് തീർച്ചയായും മാറിപ്പോയി, മാറ്റം സംഭവിച്ചു എന്നാണ്. എന്തിന്? അഹ്വാലുൻ നഹർ ആ പുഴയുടെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചു. റമൽ ഇൻസാനുൽ ളാലിം അന്നുഫായാത്തി പ്ലാസ്റ്റിക്കിയ വസ്സിനാഇയ ഇലൻ നഹർ. റമൽ ഇൻസാനുൽ ളാലിം അക്രമിയായിട്ടുള്ള മനുഷ്യർ അവർ എറിഞ്ഞു അല്ലെ? നുഫായാത്ത് മാലിന്യങ്ങൾ, വേസ്റ്റുകൾ, അൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും, വസ്സിനാഇയ വ്യാവസായിക മാലിന്യങ്ങളും, ഇലൻ നെഹർ എങ്ങോട്ടാണ്? പുഴയിലേക്ക് എറിഞ്ഞു എന്നാണ് അല്ലേ? ഫി ഫസ്ലി സ്വൈഫി വ മൗസിമിൽ മത്തർ എപ്പോഴൊക്കെ? വേനൽക്കാലത്തും അതുപോലെ തന്നെ മഴയുള്ള സമയത്തുമൊക്കെ. അങ്ങനെ ഫഅസ്ബഹത്തിൽ മിയാഉ മുലവ്വിസതൻ അങ്ങനെ വെള്ളം എന്തായി തീർന്നു? മലിനമായി തീർന്നു.
ഫഹസിനൻ നെഹ്റു ഹുസ്നൻ ഷദീദൻ ബിനുൽമിൽ ഇൻസാൻ. അങ്ങനെ മനുഷ്യരുടെ അക്രമം കാരണത്താൽ ആ പുഴ അങ്ങേയറ്റം ദുഃഖിച്ചു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസുകളാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. ടീച്ചർ ഇന്നത്തെ ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.